ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സേമിയ ആണോ പാലടയാണോ എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്ന് ചോദിച്ചാൽ പാലടയെന്നായിരുന്നു കേട്ടോ ആൻസർ. പക്ഷേ ഈ ഒരു സേമിയ പായസം കഴിച്ചപ്പോൾ തൊട്ട് ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവററ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടോഫി സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തേക്കുന്നത്, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 200 ഗ്രാമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സേമിയ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളിച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം അതുവരെ കൈവിടാണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ കളർ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, ലോ ഫ്ലെയിമിലിടാം. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാനായിട്ട് പറ്റും. നല്ലൊരു ടോഫിയുടെ കളറായിട്ട് വരെ. ഇതിലോട്ട് നമ്മൾ 1 ലിറ്റർ ചൂടോടെയുള്ള പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈവിടാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിത് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു സേമിയ ഒന്ന് വെന്ത് വരണം കേട്ടോ. ആ ഒരു ടൈമാണ് ഇനി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. എനിക്ക് പൊതുവേ സേമിയ പായസം അത്ര താല്പര്യമല്ല, പക്ഷേ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും വൺ ഓഫ് ദ ഫേവറേറ്റ് ആയി മാറി കേട്ടോ എൻ്റെ. ഇത്തവണ നിങ്ങൾ പായസം വെക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് മിക്സിന് പകരം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും കൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പായസത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് കൂടാതെ നമ്മൾ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോഫി സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം, നിങ്ങൾ കഴിച്ച സേമിയ പായസങ്ങളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പായസം. ഇങ്ങനെ തന്നെ വേണം വെക്കാനായിട്ട്. ഇത് എല്ലാവരും ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറക്കില്ല കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തരാനായിട്ട് മറക്കില്ല കേട്ടോ. കൂടാതെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേ. അപ്പോൾ അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.